39 ദിവസം, 48 രാജ്യങ്ങൾ, 104 മത്സരങ്ങൾ. മാസങ്ങളും വർഷങ്ങളും എടുത്ത് ലോകകപ്പിന് തയ്യാറെടുക്കുന്ന ടീമുകളെക്കാൾ ആവേശത്തിൽ ഫേവററ്റ് രാജ്യത്തിനായി ആപ്പ് വിളിക്കാൻ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകർ തയ്യാറായി കഴിഞ്ഞു. സിരകളിൽ കാൽപന്ത് കളിയുടെ ഉന്മാദം പടർത്തുന്ന ലോകകപ്പ് ഫുട്ബോൾ ആരവം ഇങ്ങ് തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചാൽ ആ ഇരമ്പൽ നമ്മുടെ ചെവിയിലും മുഴങ്ങി കേൾക്കാം. ഇനി നടക്കാൻ പോകുന്നത് ഫുട്ബോൾ ലോകകപ്പാണ്. ജൂലൈ 20-ന് ഈസ്റ്റ് റുദർഫോർഡിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ സ്വർണ്ണക്കപ്പിൽ മുത്തോടാൻ ഒരാൾക്കേ സാധിക്കൂ. ആരാകും ആ ഭാഗ്യശാലികൾ? ആ സ്വപ്ന നിമിഷത്തിലേക്ക് ചുവടുവയ്ക്കാൻ മുഴുവൻ ടീമുകളും തയ്യാറെടുത്തു കഴിഞ്ഞു. ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ ഫ്രഞ്ച് പടയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വീഴ്ത്തി മെസ്സിയുടെ നിലപ്പട ലോക ജേതാക്കളായപ്പോൾ നമുക്ക് കിട്ടിയ ആ ത്രില്ലില്ലേ, അതേ ആവേശ തുടർച്ചയോടെ US ലോകകപ്പ് കാണാനും നമുക്ക് ആകാംക്ഷയോടെ ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിൽ ഇടം പിടിക്കാം. ഫുട്ബോളിന്റെ വൈരം കളത്തിലേ കാണൂ, അതിന് പുറത്തേക്ക് അത് പടരാറില്ല. അവിടെ വിദ്വേഷത്തിനോ പകയ്ക്കോ അൽപായുസ് മാത്രമേ കാണാറുള്ളൂ. ലോകത്ത് യുദ്ധം ഭീതി പടർത്തുമ്പോഴും ഫുട്ബോൾ അവരെ ഒരുമിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. സാഹോദര്യത്തിനും മനുഷ്യത്വത്തിനും വില കൽപ്പിക്കാനുള്ള വലിയ പാഠമാണ് കാൽപന്ത് കളി എക്കാലവും പകർന്നു നൽകിയിട്ടുള്ളത്. പശ്ചിമേഷ്യയിൽ പരസ്പരം പോരടിക്കുന്ന US-ന്റെയും ഇറാന്റെയും കാര്യമെടുക്കാം. എത്ര വലിയ ബദ്ധവൈരികളാണെങ്കിലും വൈരം മറന്ന് ഇറാനെ US-ലേക്ക് കളിക്കാൻ ട്രംപിന് ക്ഷണിക്കേണ്ടി വന്നു. ഫുട്ബോൾ പ്രതിധ്വനിപ്പിക്കുന്ന യൂണിറ്റിയുടെ മാജിക്. കാത്തിരിക്കാം ഫുട്ബോൾ ലോകകപ്പിനായി. മുഖവുരയായി ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. ലോക ഫുട്ബോളിന്റെ അച്ചുതണ്ട് യൂറോപ്പിലെയും ലാറ്റിൻ അമേരിക്കയുടെയും വൻ ശക്തികളിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അത് കാലാനുസൃതമായി സംഭവിക്കപ്പെട്ട പരിണാമമാണ്. ആഫ്രിക്കൻ ഏഷ്യൻ ടീമുകളൊക്കെ ലോകകപ്പ് വേദികളിൽ അപ്രതീക്ഷിത മുന്നേറ്റം നടത്തുന്നത് ഏറെ സന്തോഷം തരുന്ന കാര്യമാണ്. ഇക്കുറിയും ഈ വൻകരകളിൽ നിന്ന് കൂടുതൽ മികച്ച ടീമുകൾ ലോകം കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടിയ വൻകരകളിൽ മുന്നിൽ യൂറോപ്പാണ്. UEFA-ക്ക് കീഴിൽ നിന്ന് 16 ടീമുകളാണ് ഇക്കുറി ലോകകപ്പിനെത്തുന്നത്. രണ്ടാമതുള്ള ആഫ്രിക്കൻ വൻകരയിൽ നിന്ന് 10 രാജ്യങ്ങൾ ലോകകപ്പിൽ പോരടിക്കാനെത്തുന്നുണ്ട്. തൊട്ടു പിന്നിലായി ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ഉണ്ട്. 9 രാജ്യങ്ങളാണ് ഇക്കുറി ഏഷ്യയിൽ നിന്ന് എത്തുന്നത്. നാലാമതായുള്ളത് 6 രാജ്യങ്ങളെ പങ്കെടുപ്പിക്കുന്ന തെക്കേ അമേരിക്കൻ വൻകരയാണ്. വടക്കേ അമേരിക്കയിലേക്ക് വരുമ്പോൾ 3 ആതിഥേയ രാജ്യങ്ങൾ ഉൾപ്പെടെ 6 രാജ്യങ്ങളാണ് ഇക്കുറി ലോകകപ്പിൽ മാറ്റുരയ്ക്കാനെത്തുന്നത്. ഓഷ്യാനയിൽ നിന്ന് ന്യൂസിലൻഡും അവസാന 48-ൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഖത്തറിൽ നിന്ന് US-ലേക്ക് കാൽപന്ത് കളിയുടെ ലോകകപ്പ് ആവേശം പറിച്ചു നടപ്പെടുമ്പോൾ പ്രധാനമായും വന്ന മാറ്റം മത്സരങ്ങളുടെ ബാഹുല്യവും നോക്കൌട്ട് സ്റ്റേജിൽ വരുത്തിയ മാറ്റവുമാണ്. ഖത്തർ ലോകകപ്പ് തുടങ്ങുമ്പോഴും നമ്മളിൽ പലരും കരുതിയിരുന്നത് ഇത് മെസ്സിയുടെയും ക്രിസ്ത്യാനോയുടെയും നെയ്മറുടെയും ഒക്കെ അവസാന ലോകകപ്പ് ആകുമെന്നാണ്. എന്നാൽ ഈ ഇതിഹാസങ്ങളെല്ലാം US ലോകകപ്പിലും പന്ത് തട്ടാനെത്തുന്നുണ്ട്. അവസാന ലോകകപ്പിനെത്തുന്ന ഏതാനും താരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഈജിപ്ഷ്യൻ ഇതിഹാസ സ്ട്രൈക്കറായ മുഹമ്മദ് സല ഇക്കുറി രണ്ടാമത്തെ ലോകകപ്പാണ് കളിക്കുന്നത്. 2018 ലോകകപ്പിലാണ് ഈജിപ്തിനൊപ്പം സല അവസാന ലോകകപ്പിനെത്തിയത്. നീണ്ട 28 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമായിരുന്നു സലയും സംഘവും അക്കുറി ലോകകപ്പിനെത്തിയത്. എന്നാൽ 33-കാരനായ ഈജിപ്ഷ്യൻ സ്ട്രൈക്കറുടെ കരിയറിലെ അവസാന ലോകകപ്പാവും ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബാലൻ ഡോർ ജേതാവായ ലൂക്ക മോഡ്രിച്ച് പടിയിറങ്ങുന്നത് ക്രൊയേഷ്യൻ ഫുട്ബോളിന്റെ സുവർണകാലത്തിലേക്ക് നയിച്ചാണ്. ക്രൊയേഷ്യയെ 2018 ലോകകപ്പിൽ റണ്ണറപ്പ് ആക്കാനും 2022-ൽ 3-ാം സ്ഥാനത്ത് എത്തിക്കാനും ലൂക്കയ്ക്ക് സാധിച്ചു. 2026-ൽ ടീമിനൊപ്പം ലോകകപ്പ് കളിക്കുമ്പോൾ ഈ മിഡ്ഫീൽഡ് മജീഷ്യന് പ്രായം 40-ആണ്. നാലാമത്തെയും അവസാനത്തെയും ലോകകപ്പ് കളിക്കാനെത്തുകയാണ് കൊറിയൻ ഇതിഹാസ സ്ട്രൈക്കർ സൺ ഹ്യോങ് മിൻ. അർഹിച്ച ആദരവ് പോലെ ഇക്കുറി ദക്ഷിണ കൊറിയയുടെ ക്യാപ്റ്റനായാണ് സൺ ലോകകപ്പിനെത്തുന്നത്. 2018 ലോകകപ്പിൽ കരുത്തരായ ജർമ്മനിയെ അട്ടിമറിച്ച പോരാട്ട വീര്യം ഇവർ US-ലും തുടരുമെന്ന് പ്രതീക്ഷിക്കാം. ബെൽജിയൻ ഫുട്ബോളിന്റെ സുവർണകാലം നമുക്ക് സമ്മാനിച്ച മുത്താണ് കെവിൻ ഡി ബ്രൂയിൻ. 2014-ൽ ആരംഭിച്ച കരിയർ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. റഷ്യയിൽ നടന്ന 2018 ലോകകപ്പിൽ നേടിയ 3-ാം സ്ഥാനമാണ് ബെൽജിയത്തിന്റെ മികച്ച പ്രകടനം. 34-കാരനായ കെവിൻ അവസാന ലോകകപ്പിനാണ് ബൂട്ട് കെട്ടിക്കിറങ്ങുന്നത്. കാനറികളുടെ സുൽത്താന്റെ വിടപറച്ചിലിന് ലോകകപ്പിനോളം മികച്ചൊരു വേദിയില്ല. പരിക്കുകൾ നിരന്തരം തളർത്തിയെങ്കിലും ആ പ്രതിഭയുടെ മിന്നലാട്ടം ദി ലാസ്റ്റ് ഡാൻസ് US-ൽ കാണാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
ലോകകപ്പിൽ മുഴുവൻ സമയം കളിച്ചില്ലെങ്കിലും ആൻസലോട്ടി അദ്ദേഹത്തിന് അവസാന ലോകകപ്പോടെ യാത്ര പറയാൻ അവസരം നൽകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നാൽപ്പത്തൊന്നുകാരനായ ബ്രസീലിയൻ ഡിഫൻഡർ തിയാഗോ സിൽവയുടെ അവസാന ലോകകപ്പാവും ഇക്കുറി US-ലേത്. അവസാനത്തെ 3 ലോകകപ്പിലും ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു സിൽവ. ഖത്തർ ലോകകപ്പിൽ കാനറിപ്പടയെ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിച്ചു. ആറാമത്തെ ലോകകപ്പിനൊരുങ്ങുകയാണ് അർജന്റീന ഇതിഹാസം ലയണൽ മെസ്സി. 26 ലോകകപ്പ് മത്സരം കളിച്ചിട്ടുള്ള മെസ്സിയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങൾ കളിച്ച താരമെന്നുള്ള റെക്കോർഡുള്ളത്. 13 ലോകകപ്പ് ഗോളുകൾ സ്വന്തം പേരിലുള്ള മെസ്സിക്ക് ഇനി 4 ഗോളുകൾ കൂടി നേടിയാൽ ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോററായി മാറാനാകും. കരിയറിലെ അവസാന ലോകകപ്പിന് തയ്യാറെടുക്കുമ്പോൾ ഇനിയൊരു വിശ്വകിരീടം കൂടി മെസ്സി സ്വന്തമാക്കുമോ എന്ന ആകാംക്ഷയിലാണ് ഫുട്ബോൾ ലോകം. കരിയറിലെ അവസാന ലോകകപ്പിൽ ഫൈനൽ ഡാൻസിന് ഒരുങ്ങി നിൽക്കുകയാണ് പോർച്ചുഗീസ് ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ 6ാമത്തെ ലോകകപ്പിൽ കൂടി ഗോൾ നേടിയാൽ 6 ലോകകപ്പുകളിൽ ഗോൾ നേടിയ ഏക ഫുട്ബോളറായി CR7 മാറും. 2006 എഡിഷൻ മുതൽ സ്വപ്നം കാണുന്ന ലോകകപ്പ് കിരീടത്തിലേക്ക് ഈ 41കാരന് ഇക്കുറി എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. മെക്സിക്കൻ ഗോൾ കീപ്പറായ ഗില്ലർമോ ഒച്ചോവയാണ് ലിസ്റ്റിലെ അവസാനത്തെ പേരുകാരൻ. മെസ്സിക്കും ക്രിസ്ത്യാനോയ്ക്കൊപ്പം കരിയറിലെ 6ാമത്തെ ലോകകപ്പാണ് ഒച്ചോവ കളിക്കുന്നത്. 2006, 2010 ലോകകപ്പുകളിൽ പകരക്കാരനായ ടീമിലെത്തിയ ഒച്ചോവ 2014, 18, 2022 ലോകകപ്പുകളിലെ മിന്നും പ്രകടനങ്ങളിലൂടെ പ്രശസ്തനായിരുന്നു. 40കാരനായ താരം ഈ ലോകകപ്പോടെ വിരമിക്കും.